നേഴ്സുമാരെന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോയി പേഷ്യൻസിന് ഇഞ്ചക്ഷൻ കൊടുക്കുക, കുറേ മെഡിസിൻ കൊടുക്കുക, ഇത് മാത്രമാണ് അവരുടെ ജോലി എന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ നാട്ടിൽ നിന്ന് മാറി പുറത്തൊക്കെ വന്നപ്പോഴാണ് അതിൻ്റെ സങ്കല്പങ്ങളും കാര്യങ്ങളും പല പല രീതികളും ഉണ്ടെന്ന് മനസ്സിലായത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് യൂണിഫോം ഇല്ലാത്ത നഴ്സിംഗ് ജോബാണ്. അപ്പോൾ ഞാൻ യൂണിഫോം ഇല്ലാതെ നഴ്സിംഗ് ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 7-8 വർഷമായി കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു മെൻ്റൽ ഹെൽത്ത് ക്ലിനിഷ്യനായിട്ടാണ്. അപ്പോൾ ഞങ്ങൾക്കിവിടെ ഞാൻ മെൻ്റൽ ഹെൽത്തിൽ കയറിയപ്പോൾ മുതൽ ഞങ്ങൾക്ക് യൂണിഫോം ഇല്ല. പക്ഷേ ഞാൻ ഇവിടെ ഓസ്ട്രേലിയയിൽ വന്നിട്ട് അല്ലാത്ത മെഡിക്കൽ ആൻഡ് സർജിക്കൽ ICU ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവിടെയൊക്കെ യൂണിഫോം ഇട്ടിട്ടാണ് പോയത്. അപ്പോൾ നമ്മുടെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് നമ്മൾ യൂണിഫോം ഇല്ലാതെ പുറത്ത് പോകുമ്പോൾ നമുക്ക് സേഫ്റ്റിയിൽ കുറേ സാധനങ്ങളൊക്കെ നമ്മൾ കൊണ്ടുപോകണം. അപ്പോൾ സേഫ്റ്റി കാർഡ്, മെഡിസിൻ ബാഗ്, അതുപോലെ ഫോണ്, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ നമ്മൾ പോകുമ്പോൾ ഹോം വിസിറ്റിന് പോകുമ്പോൾ കൊണ്ടുപോകും കേട്ടോ. അതാണ് ഞാൻ കാണിച്ചത് ഇത്. അപ്പം നമ്മളൊരു ടീമായിട്ടാണ് പോകുന്നത്. അതിനിടയ്ക്ക് നമ്മൾ പോസ്റ്റ്മാൻ്റെ ജോലിയൊക്കെ ചെയ്യും. പോസ്റ്റ്മാൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ചില പേഷ്യൻസിനൊക്കെ ലെറ്ററൊക്കെ അവർ നമ്മളുമായിട്ട് എൻഗേജ് ചെയ്യാത്തപ്പോഴേക്കും കണ്ടോ നമ്മൾ ലെറ്ററൊക്കെ കൊണ്ട് അവരുടെ ലെറ്റർ ബോക്സിൽ പോസ്റ്റ് ചെയ്യും. ഇതൊക്കെയാണ് ഞങ്ങളുടെ ജോലി കേട്ടോ. ഇങ്ങനെ പോകും, ആൾക്കാരെ കണ്ടില്ലെങ്കിൽ അവർക്ക് ലെറ്ററൊക്കെ കൊണ്ടുപോയി കൊടുക്കും. ഇതൊക്കെ നമ്മുടെ ഒരു ജോലിയുടെ ഭാഗമാണ്. ഇതൊരു വീട്ടിൽ വന്നതാണ്, ആളെ കാണാനില്ല. അപ്പോൾ നമ്മൾ അവർക്കൊരു ലെറ്ററൊക്കെ കൊടുത്തിട്ട് പോകുന്നു. ഓക്കെ.